വെൽക്കം ബാക്ക് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ വണ്ടിൻ്റെ 2000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് ഇപ്പം എന്താണ് അവസ്ഥ, നിലവിൽ എന്താണെന്നുള്ളത് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് രണ്ടാമത്തെ സർവീസ് ആയില്ലേ, സർവീസ് ചെയ്തോ, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്ന്. അതിന് തന്നെ പറയാം, രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ 5500 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ്. അത് ഇതുവരെ ആയിട്ടില്ല. നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. വീഡിയോസൊന്നും വണ്ടിൻ്റെ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, പെയിൻറ്റ് കാര്യങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗം കണ്ടെങ്കിൽ ഇവിടെയൊക്കെ പെയിൻറ്റ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 3 മാസമായി. പക്ഷേ ഇത് നമ്മൾ കൂടുതൽ കാലിട്ട് യൂസ് ചെയ്യുന്ന ഭാഗമല്ലേ, അതുകൊണ്ടാവും ചിലപ്പോൾ പെയിൻറ്റ് കാര്യങ്ങൾ ഇളകുന്നത്. ഇതേപോലെ തന്നെ ഈ ഒരു പൊസിഷനിലും ഇതേ സെയിം ഇഷ്യൂ ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഞാൻ സ്പ്രേ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ചാണ്. ഇവിടെ നല്ലോണം കളർ വന്നിരുന്നു, ഈ പെയിൻറ്റ് നല്ലോണം ഇളകിയിട്ടുണ്ട്. അതാണ് എനിക്കിപ്പോൾ നിലവിൽ കാണിക്കാനുള്ളൊരു മോശം കാര്യം എന്ന് പറയുന്നത്. ഒരു 3 മാസമായപ്പോൾ ഇതിന് കളറൊക്കെ ഇളകി തുടങ്ങി, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. 3 മാസത്തെ കാലയളവിൽ നമ്മളെത്തുന്ന വണ്ടി റോട്ടുമ്പോൾ തട്ടേ മുട്ടേ ഇടിക്കേ വീഴുക അങ്ങനത്തെ സംഭവം ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഈ ഇറക്കുന്ന ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ടാസ്ക്കാണ്. ചെറിയൊരു ഇടയല്ലേ. ഇവിടെ നിന്നാണ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടുന്ന് വഴി പോകുന്നത് ഇതൊക്കെ ചെറിയ വഴിയാണ്. അപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ കുറച്ച് ടാസ്ക് ആയിക്കൊണ്ട് ഇറക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈലൻസർ നമ്മൾ എടുക്കുന്ന സമയത്ത് തട്ടിയിട്ടുണ്ട്. ഇത് നമ്മളിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു സംഭവം എന്നിട്ട് ജസ്റ്റ് ഞാൻ സ്പ്രേ പെയിൻ്റ് ഉണ്ടായിരുന്നു, അത് യൂസ് ചെയ്താണ്. ചെറുതായിട്ട് സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 പ്രാവശ്യമൊക്കെ തട്ടിയിട്ടുണ്ടാവും ഈ ഒരു മാസത്തിൻ്റെ ഇടയിൽ. പിന്നെ നമ്മൾ നോക്കി ലെവലാക്കി. അത് എടുക്കുന്ന സമയത്ത് നമുക്ക് ലെവലായി വരാണ്ട് പിന്നാണ്ട് റെഡി ആയിട്ടോ. ഇത് നമ്മൾ നോർമലി നമുക്ക് വന്നിട്ടുള്ളൊരു സംഭവമാണ്. പെയിൻറ്റ് പോകുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊരു എന്താ പറയുക, ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇതിനൊക്കെ കളർ ഇളകി എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടം. പുതിയ വണ്ടിയല്ലേ. ഇതേപോലെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇത് നോർമലി വന്നിട്ടുള്ളതാണ്. ഇത് നമ്മളെ പേ കൊണ്ട് വന്നിട്ടുള്ളതാണ്. എടുത്ത് പറയേണ്ടത് ABS ആയതുകൊണ്ട് തന്നെ 2 ABS ആണ്. അടിപൊളിയായിട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ സെറ്റാട്ടോ. നമ്മളിപ്പോൾ ഒരു സ്പീഡ് പോയിട്ട് പെട്ടെന്നൊക്കെ ചോട്ടേണ്ട സമയത്ത് പിടിച്ചെടുത്ത് സാധനം കിട്ടും. അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് വണ്ടി ഓടിക്കാൻ കൊണ്ടെടുക്കാനും ബ്രേക്കിങ് പക്കയാണ്. ഇത് പറയണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നു. കുറച്ചായിട്ട് ഞാൻ ഈ ഒരു സോക്ക് അബ്സറിൻ്റെ സംഭവം ഉണ്ടല്ലോ, സോക്ക് അബ്സറിൻ്റെ ഈ ഒരു പോർഷനിൽ നമ്മൾ കൂടുതൽ എന്താ പറയുക, വെയിറ്റുള്ള സംഭവമൊക്കെ കയറ്റുന്ന സമയത്ത് വണ്ടിമേ എന്തെങ്കിലും ഇപ്പോൾ ഒരു കുറച്ച് വെയിറ്റുള്ളൊരു 100 kg മുകളിൽ വെയിറ്റുള്ള ഒരാൾ ഓടിക്കുക, അല്ലെങ്കിൽ 2 ആൾ 100 kg ആ ഒരു വെയിറ്റുള്ള ആൾ വണ്ടി മിതിക്കുക തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് ചെറുങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് സോക്ക് അബ്സറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാവർക്കും ഉണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വീണ്ടും നമ്മൾ തന്നെ ഓടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ വെയിറ്റുള്ള ആൾ ഓടിക്കുന്നു, പിന്നെ 2 ദിവസം ആ സൗണ്ട് ഉണ്ട്, പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ആ സൗണ്ട് പോകുന്നുണ്ട്. എന്താണ് കാര്യം എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി തരണം. ഇപ്പോഴത്തെ നിലവിലുള്ള കിലോമീറ്റർ 1900 സംതിങ് ആയിട്ടുണ്ട് കേട്ടോ. 2000 ആയിട്ടില്ല, 1937 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു 3 മാസം കൊണ്ട് കേട്ടോ. കൂടുതൽ ഓട്ടമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ എപ്പോഴും കടന്നിട്ടുണ്ടാവും. പിന്നെ ചൂടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വല്ലാണ്ട് എടുക്കാതെ കേട്ടോ. പിന്നെ സ്ക്രീന് ഇത് ഉള്ളത് ഒരു ബെനിഫിറ്റാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. നല്ലൊരു സ്ക്രീനാണ്. ടോട്ടൽ നമുക്ക് 36 അടവാണ്, അതായത് 3 വർഷത്തെ അടവാണ് നമുക്ക് വരുന്നത്. ഇതിലിപ്പോൾ നമ്മളൊരു മാസത്തെ അടവ് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ അടവ് വരുന്ന മാസം 4-ാം തീയതി കേട്ടോ. നമുക്കെല്ലാം 4-ാം തീയതിയാണ് അടവ് വരുന്നത്. അപ്പോൾ നമ്മൾ അടവ് വരുന്നത് 5250 ആ റേഞ്ചിലാണ് നമ്മൾ അടവ് വരുന്നത്. അപ്പോൾ 36 മാസമാകുമ്പോൾ കൂട്ടി വയ്ക്കാൻ മതി എത്ര അടവ് വരുന്നുണ്ടെന്നുണ്ട്. അതാണ് വണ്ടിൻ്റെ നിലവിലെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. അടവ് 3 വർഷത്തിനടുത്താണ്, അതുകൊണ്ടാണ് ആ പ്രൈസ് കേട്ടോ. 3 വർഷം 4 വർഷം 2 വർഷത്തിനൊക്കെ എടുക്കാം. നമ്മൾ കുറച്ചും കൂടി എളുപ്പത്തിൽ നിന്നുള്ള രീതിയിൽ 3 വർഷത്തെ അടവെടുത്ത് രണ്ടാമത്തെ അടവായി തുടങ്ങുന്നുള്ളൂ അടുത്ത മാസം. വണ്ടി പോയി ഓടിക്കാനൊക്കെ പെർഫെക്റ്റ് ആണ്. വണ്ടിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ മൈലേജ് പലരും പല കണക്കും പറയുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് ഒരു മൈലേജിൻ്റെ കാര്യത്തിൽ അപ്പോൾ കേട്ടോ. കമ്പനി 45 പറയുന്നുണ്ട് സർവീസ് കഴിഞ്ഞതിന് ശേഷം. പക്ഷെ 45 ഷുവറായിട്ടും കിട്ടുന്നില്ല. 100% ഞാൻ പറയാം. 40 അല്ലെങ്കിൽ ഒരു 35 മുതൽ 40 ഈ റേഞ്ചിലാണ് മൈലേജ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ 40 എന്ന് ഉറപ്പിച്ചിരുന്നായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ആ ഒരു മൈലേജ് കിട്ടാത്ത രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 35 മുതൽ 40 വരെ നമുക്കൊരു മൈലേജ് കണക്കാക്കാം വണ്ടിക്ക്. വണ്ടി ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ബ്രേക്കും കാര്യങ്ങളും ബാക്കി കൺട്രോളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെയാണ്. സൗണ്ടും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ മൈലേജിൻ്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തടാ സൈലൻസറിൻ്റെ മോഡ് കൊടുത്തുള്ള ഈ സാധനം ഇത് ചുമ്മാ കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടോ. ഇങ്ങനെ നമുക്ക് ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ പറയുകയാണ്, ഇത് സാധനമേ എവിടെയെങ്കിലും ഇപ്പോൾ അടി തട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനും ഒരു ഹീറ്റും കാര്യങ്ങൾ കുറക്കാൻ എന്തെങ്കിലുമൊക്കെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്, ചളി കാര്യങ്ങൾ തെറിക്കാതിരിക്കാനും. പക്ഷേ ഈ ഒരു സാധനം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ക്വാളിറ്റി ഇല്ല.
ഇപ്പോൾ എവിടെയെങ്കിലും ഒരു കല്ല് തട്ട് അടിയിൽ കല്ലുമ്പോൾ തട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ തട്ടേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സാധനം പൊളിഞ്ഞു പോകും. അപ്പോൾ ഇത് കണ്ട ഈ ഒരു ഒറ്റ സ്ക്രൂ പിന്നെ അടിയിലൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ. ഇത് അത്ര ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഈ ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വണ്ടി ബെറ്ററാണ്. പക്ഷെ ആ ഒരു എന്താ പറയുക ഒരു ബാഡായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഓടിക്കുന്ന സമയത്ത് പേരെപ്പോഴും ടി വി എസ് റോണിന് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നവരുണ്ട്. പലരും മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് വീണ്ടും ചെയ്തത്. നമ്മളെ കയ്യിലൊരു മുതലുണ്ടാകുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാം എത്രയും കിലോമീറ്റർ ഓടി. അപ്പോൾ നിങ്ങൾക്കത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പോയി എടുക്കുക എന്നുള്ളതല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളായിരുന്നു. അടുത്തൊരു നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും കാണാം. അതൊരിലേക്കും ബൈ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കിട്ടോ.